നമ്മൾ ഗോൾഡ് മൈൻ ചെയ്യാൻ പോവാണ്. തുടങ്ങട്ടെ. നമ്മൾ പണക്കാരായി. ഇനി എല്ലാ കാര്യത്തിനും നമുക്ക് ഗോൾഡ് മതി. ഇനി ഞാൻ സ്വർണം കൊണ്ട് പല്ല് തേക്കും, സ്വർണം കൊണ്ട് കുളിക്കും, സ്വർണത്തിൻ്റെ ബെഡ്, സ്വർണത്തിൻ്റെ പില്ല്, മണി. എനിക്കൊരു പ്രശ്നമല്ല. ഓ സ്കെൽട്ടൺ ഷിറ്റ്. വിളിച്ചേ കണ്ടേ, വിളിച്ചേ കണ്ടേ. ഓ എൻ്റെ പൊന്നടാവേ. അപ്പുറത്ത് കുറച്ച് ഡയമണ്ടും ഉണ്ട്. നമുക്ക് ആ ഡയമണ്ടും കൂടി എടുത്തിട്ട് നമുക്ക് സ്ഥലങ്ങളിലേക്കാം. ഇത് മറ്റേതാണ്, ലാസി പുളിസി റെഡ് സ്റ്റോൺ. സോംബീനൊക്കെ വന്നിട്ട് സോംബിയുടെ ഫുഡ് അടിക്കണം. സോംബിയുടെ ഫ്ലഷ്. ശവം. അതെ, ശവം. ശവം. നമ്മളിവിടെ ഇനി മുതൽ ഞാൻ വസയല്ല, അൽവസ. ഡയമണ്ട് കമ്പമുള്ള ആൾക്കാരുടെ ഇടയിൽ അവൻ ഡയമണ്ട് രാജ. രാജ, ഡയമണ്ട് രാജ, വസ, ഡയമണ്ട് വസ. നിനക്ക് വേണ്ടി ഞാൻ വന്നടാ. മിസ് ചെയ്തോടാ നീ എന്നെ. ഓ വാ. ഇത് ഡയമണ്ട് അല്ല, പാവങ്ങളുടെ ഡയമണ്ട്. ഡാർക്ക് ഹ്യൂമർ. ഡയമണ്ടൻ. വെൽക്കം ടു എമറാൾഡ് വന്നാൽ ഇതൊക്കെ തരുമല്ലേ? നിങ്ങൾ കടമെടുക്കൂ. പറ്റിലെഴുതിക്കും, ഞാൻ പൈസ തരാം. ഈ സ്ഥലമൊക്കെ എൻ്റെയാണ്. ഡയമണ്ട് എല്ലാം ഉണ്ട്. എനിക്ക് നിങ്ങളുടെ കയറ് വേണമല്ലോ. തുപ്പണ പട്ടി. തുപ്പണ. ഒരു മര്യാദ വേണേ. ഒരാളോട് ഇങ്ങനെ പെരുമാറണ. തുപ്പലിന് ഒളിമ്പിക്സ് എടുത്തവനാ. ഇത് എന്താ ഒരാളോട് പെരുമാറണ ഇങ്ങനെ. എന്തൊക്കെ ഞാൻ കൊള്ളണം. കുളിച്ചിട്ട് വന്ന സ്കെലിട്ടൻ്റെ അടി, ഇന്റർവ്യൂക്ക് പോണ സ്കെലിട്ടൻ്റെ അടി. ദേ കുതിരയൊക്കെ ഒന്ന് തുപ്പണ്. കുതിര ലാമ എന്ത് കുതിര. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബേസിൽ കുറേ ചേഞ്ചസ് വരുത്തി. നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എന്തൊക്കെ ചേഞ്ചസ്. ഇതാണ് ഒന്ന്. എന്താണ് ഭായി, ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ വേറൊരാളുടെ കാര്യത്തിൽ തലയിടാൻ നിൽക്കരുത്. ഇതെങ്ങനെയുണ്ട്? ഇവിടെ ഒരു ബേ പോലെ ആക്കിയിട്ട് ഇതാണ് ബേൻ്റെ എൻട്രൻസ്. ബേൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഈ ഒരു മോഡൽ ഞാൻ യൂട്യൂബിൽ കണ്ട, അപ്പോൾ ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഒരു മോഡൽ. എങ്ങനെയുണ്ട്? ഇനി ഞാൻ പറയും അവൻ എൻ്റെ കോപ്പി അടിച്ചു. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. മാസ്റ്റർ പ്ലാൻ. വളരെ നമ്മൾ എന്നിട്ട് സ്റ്റെപ്പ് കയറുന്നു. എന്നിട്ട് അപ്പോൾ അതാ ഒരു പാത്ത് വേ. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കിടക്കാം, ഡ്രസ് എടുക്കാനൊക്കെ. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്, മാർത്താണ്ഡ വർമ്മയുടെ സ്റ്റാച്ചു. പുള്ളിയാണ് വെള്ളം ഒഴിക്കുന്നത് അക്വാരത്തിലേക്ക്. പിന്നെ അവിടെ നിന്നൊരു വാട്ടർഫോൾ ചെറുതായിട്ട്. ഫിഷ് വേവ് നോക്കൂ, ഫണ്ണി ഫിഷ്. ചിലപ്പോൾ ഫിഷ് ഈ വെള്ളത്തോടെ കരുതും. ഇവിടെ ഒരു സ്റ്റെയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കയറി വരുന്നു. ഇതാണ് എൻട്രൻസ്. ഇതാണ് നമ്മുടെ കാറ്റ്.
ഇത് ലാവ, ഒരു ഡെക്കറേഷൻ. ഇത് നമ്മുടെ സുക്കുന. സുക്കു ഇവിടെ വേറെ ആളുണ്ട്, നോക്കിയേ. ഹലോ, ഇവനെ നെതറിന്ന് വന്നാണ് ചാരൻ. ഒരു പന്നി നടന്നു പോയപ്പോ അവന്റെ മേലിൽ ലൈറ്റ്നിങ് അടിച്ച് ഇവനിങ്ങനെ കത്തിപ്പോയി പാവം. ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെ. ഇവനിപ്പോ ഞാൻ തീറി ഇവിടെ ഒരു വെള്ളം വെച്ചിട്ടേ ഇവനെ ഞാൻ വെള്ളത്തിൽ ഇവിടെ വരെ മുക്കിയേക്കണേ. സത്യം പറയിപ്പിക്കണം അവനെ കൊണ്ട് നെതറിനെ കുറിച്ച്. അങ്ങോട്ട് പോണതിന് മുന്നേ എല്ലാം അറിയണം എനിക്ക് അതിനെ കുറിച്ച്. ആ നീ ഇപ്പൊ കേൾക്കണുണ്ടല്ലോടാ. കുറച്ച് ചെസ്റ്റുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മോബ് ഫാം. സോംബി ഏട്ടാ സുഖാണോ? കൊറേ ലൂട്ട് വരും. അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല, നമുക്ക് അവരെ കാണാൻ പറ്റും. ഒരുതരം ഒളിഞ്ഞു നോട്ടം അല്ലേ? വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പോയാലും ചിങ്കിടി ചിങ്കി. ഇതിനകത്ത് ഫുള്ള് മോബ്സ് വന്നുകൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല, ചിക്കൻസ് അടക്കണ്ടായി വരും. ഈ KFCന്റെ ഒക്കെ ഒരു കാര്യം നല്ല സ്വന്തമല്ലേ കാണാൻ. ഇനി ഫുൾ സെറ്റപ്പ് ആക്കൂട്ടാ. നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ മോബ്സിന് ഈ ഒരു ബോക്സിനുള്ളിലെ സ്പോൺ ആവാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ AFK സ്പോട്ട്. അതെ, മോസ്റ്റ് മാൻലിയസ്റ്റ് ക്യൂട്ടസ്റ്റ് ഹോം. ഓക്കെ, കുറച്ചു നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ മോബ്സ് സ്പോൺ ആയിട്ടുണ്ടാവും. ഒരൊറ്റ ചാട്ടച്ചടിയ കൃത്യം. ആരൊക്കെയാണ്? ഒരു ഹോപ്പറിലൂടെ സാധനങ്ങൾ മൊത്തം ചെസ്റ്റിലോട്ട് വീഴും. XP പോയിന്റ്സ് കിട്ടും. ഓക്കെ, 15 XP പോയിന്റ്സ്. ഒരു പണിയെടുക്കാണ്ട് അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ചാടി വെട്ടി മരങ്ങളൊക്കെ വെള്ളത്തിലോട്ട് വീഴുന്നു. ഈ ചെസ്റ്റിലേക്ക് വന്ന് വീഴുന്നു. കണ്ടിട്ട് ചാടാൻ കൊതിയാവും. ഇനി ഇത് വേറൊരു പാത്ത്. ഇത് നേരെ നമ്മുടെ ഫാമിലേക്ക് പോണ വഴി. ചെസ്റ്റിൽ കണ്ടോ ഒരു എമർജൻസി സോട്ട്. എന്തെങ്കിലും അറ്റാക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് കണ്ടോ, എമർജൻസി റെയിൻ വന്ന പോലെ. അതിപ്പോ ഒരു എനിമി ആയിരുന്നു. ഞാൻ ഇതാണ് മാർത്താണ്ഡവർമ്മ സ്റ്റാച്ചുവിന്റെ പിൻഭാഗം. ഇതൊരു ബ്രിഡ്ജ്. സുകുന, എന്താ അവസ്ഥ? ഇതാണ് വഴക്കിട്ട് തിരിഞ്ഞിരിക്കണ. എന്തത് ചോർച്ചയുണ്ടല്ലോ. ഭാഗ്യമുണ്ടോ നോക്കട്ടെ ഈ മുട്ടക്ക്. ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റി നിങ്ങൾ ജീവിക്കും. ഈ ഇങ്ങനെ ഒരു മൈൻക്രാഫ്റ്റ് വേൾഡിൽ കേവ് നമ്മൾ കുറെ കൂടി ഡീപ്പായിട്ട് പോകും. എന്നിട്ടൊന്ന് കേവ് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് നമ്മൾ മൈൻ ചെയ്തു അല്ലെങ്കിൽ കേവ് ചെയ്തു നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ നെതറും നമ്മൾ കീഴടക്കും. ഓക്കെ നല്ല റിലാക്സിങ് അല്ലേ? എപ്പോഴും റിലാക്സ്ഡ് ആയി. നിങ്ങൾ എപ്പോഴും റിലാക്സ് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, ചില്ല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും നിങ്ങൾ ജീവിക്കുന്ന ലോകവും നിങ്ങളെ സ്ട്രെസ് ചെയ്തുകൊണ്ടേയിരിക്കും പല പല കാര്യങ്ങൾ കൊണ്ട്. അതാണ് ലോകത്തിൻ്റെ പണി അല്ലേ സുക്കുന? ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സിങ് ആവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് പറയുക. എന്നത് കമന്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. കാരണം ഈ വീഡിയോ ഇഷ്ടമാവാതിരിക്കാൻ നിനക്ക് ഒരു കാരണമില്ല. ഓക്കെ.